സോ ഇന്നൊരു ക്രിസ്മസ് ഓർ ഈസ്റ്റർ സ്പെഷ്യൽ റെസിപ്പിയാണ്. മമ്മി ഉണ്ടാക്കുന്ന ഡിഷസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡിഷാണ് കേട്ടോ. മമ്മി തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ബീഫ് സ്റ്റൂ ആണ് ഇന്നത്തെ സ്പെഷ്യൽ. സോ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ റെസിപ്പീസൊക്കെ കാണാം. എഫ്രേം ബേബി ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. എങ്ങനെ ഹായ് പറയണേ? ഹായ്. 1 കിലോ ബീഫ്, 4 പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചി ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായ കിസ്മിസ്, കാഷ്യൂനട്ട്, കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക, 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലോർ. ഉരുളി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഇടണം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ആദ്യം നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക. എന്നിട്ട് പതുക്കെ വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും 2 മീഡിയം സൈസ് സവാള അരിഞ്ഞതും 2 സ്പൂൺ കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദപ്പൊടിയും കൂടി ചേർത്ത് 1 മിനിറ്റ് കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് തേങ്ങയുടെ 2 പാൽ ഒഴിച്ച് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ക്യാരറ്റും പൊട്ടറ്റോയും ബീഫ് വേവിച്ചതും അതിലേക്ക് ഇടാം. ഇനി നന്നായി തിളക്കുന്നവരേക്കും നമുക്കത് മൂടി വെക്കാം. ജോക്കുട്ടൻ ദേ ആനിമൽസിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്റ്റൂ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കാം. തിളക്കാൻ പാടില്ല, നല്ല ചൂടാകുമ്പോഴേക്കും ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിൽ നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഫ്രൈ ആയി വരുമ്പോഴേക്കും കിസ്മസും കൂടി ഇട്ട് നല്ല ഫ്രൈ ആകുമ്പോഴേക്കും ആ നെയ്യോട് കൂടി തന്നെ നമുക്ക് സ്റ്റൂവിലേക്ക് ഇടാം. അപ്പോൾ ഈ മമ്മി നല്ല ടേസ്റ്റി ഗമ്മി ബീഫ് സ്റ്റൂ റെഡിയാക്കിയിട്ടുണ്ട്. ജോക്കുട്ടിന് ഒരേ കഥയൊക്കെ പറഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാനിരിക്കുന്നത്.